Good morning, dear students. Welcome to the online class. We are going to study the topic on reconstructing cooperative administration. We have already studied in the previous class the construction or administration setup of cooperative department in Kerala. In the same chapter, we have to study a new topic on reconstructing cooperative administration. റീകൺസ്ട്രക്റ്റിംഗ് കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷനിൽ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ കോപ്പറേറ്റീവ് ആക്ട് സൊസൈറ്റീസ് ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറഞ്ഞാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഒരുപാട് പുതിയതായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള സെക്ഷൻസുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതായത് അഡ്മിനിസ്ട്രേഷനിൽ വന്നിട്ടുള്ള ചേഞ്ചസുകൾ എങ്ങനെയായിരിക്കും അഡ്മിനിസ്ട്രേഷനിൽ ചേഞ്ചസുകൾ വരിക? ആക്ടിലുണ്ടാകുന്ന ചേഞ്ചസുകളാണ്. അപ്പോൾ ഈ ആക്ടുകളിൽ ഏതെല്ലാം സെക്ഷൻസുകളിലാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പറയുന്നതിനേക്കാൾ മുമ്പായിട്ട് ഈ ആക്ടിൽ എന്തുകൊണ്ടാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 2011 അതായത് 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിൽ അത് പ്രകാരം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വന്നിട്ടുള്ള ചേഞ്ചസുകളാണ് ഇവിടെ കോട്ട് ചെയ്ത് പറയുന്ന സെക്ഷൻസുകൾ. അപ്പോൾ നമുക്ക് 97th അമെൻമെൻറ്റ് ആക്ട് എന്താണെന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ആക്റ്റാണ്. ഈ ക്ലാസ്സിന് ശേഷം നമുക്ക് ആ ആക്ടിലേക്ക് വരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ എന്തുകൊണ്ട് ഈ ഒരു ഇക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിലേക്ക് മൂവ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഗ്രാജുവൽ പ്രോസസ്സിൽ ഒരുപാട് കമ്മിറ്റീസുകളുടെയും കമ്മീഷൻസുകളുടെയും റെക്കമെൻഡേഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞപ്പോൾ അവിടെയൊക്കെ ചില കമ്മീഷൻസുകൾ വന്നിട്ടുള്ളതാണ് വെംപ്രകാശ് കമ്മിറ്റി, പോലെ വൈദ്യനാഥൻ കമ്മിറ്റി റിപ്പോർട്ട്സുകൾ. അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് മാസീവ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ തന്നെയാണ് പുതിയ ഒരു 97th അമെൻമെൻറ്റ് ആക്ട് വരാനുള്ള കാരണവും. ഇപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ ഒരുപാട് ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോസസ്സ് വന്നിട്ടാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഇന്ന് നിലവിലുള്ള പല റൂൾസുകളും റെഗുലേഷൻസുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഏതെല്ലാം ഏരിയാസുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പുകളിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ചേഞ്ചസ് വന്നിട്ടുള്ളത് എന്നുള്ളത് ആദ്യം നോക്കാം. അതായത് മാസീവ് അമെൻമെൻറ്റ്സ് വെർ മെയ്ഡ് ഇൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡ്യൂറിങ് 2013 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ചേഞ്ചസുകൾ വന്നിട്ടുള്ളത്. അതിന് കാരണം പറയുന്നത് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് 97th അമെൻമെൻറ്റ് ആക്ട് 2011 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടിയാണ് ഈ 1969 എന്ന് പറയുന്ന ആക്ടിൽ 2013 മാസീവ് ആയിട്ടുള്ള ചേഞ്ചസുകൾ വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഈ അമെൻമെൻറ്റ് പ്രകാരം വന്നിട്ടുള്ള ചേഞ്ചസ് എന്നുള്ളത് ഫസ്റ്റ് വൺ പറയുന്നത് സെക്ഷൻ 18A ആണ്. സെക്ഷൻ 18A എന്ന് പറയുന്നതിൽ നമുക്കറിയാം 18A എലിജിബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ടു കണ്ടിന്യൂ എ മെമ്പർ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻസുകൾ, അതുപോലെ തന്നെ ഏതെല്ലാം മെമ്പേഴ്സിന് ഒരു ഇൻഡിവിജ്വലോ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളോ ഒന്നല്ലാതെ മെമ്പറായിട്ട് അവർക്ക് അഡ്മിറ്റ് ചെയ്യാം, അതിൻ്റെ എലിജിബിലിറ്റിയും പറയുന്നതാണ് സെക്ഷൻ 18 എന്ന് പറയുന്നതിൽ. സെക്ഷൻ 18A പുതിയ ചേഞ്ചസുകൾ വന്നു, അമെൻമെൻറ്റ് വന്നു. അതായത് നോമിനൽ മെമ്പേഴ്സിനെയും അസോസിയേറ്റ് മെമ്പേഴ്സിനെയും എന്ത് ചെയ്യാം, മെമ്പേഴ്സായിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. പക്ഷെ അവർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് വോട്ടിംഗ് പവർ ഉണ്ടാവില്ല. എല്ലാ മെമ്പേഴ്സിനും 1 man 1 വോട്ടാണ്. മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരു വോട്ടുണ്ട്, പക്ഷേ ഇവർക്ക് ആ വോട്ടിംഗ് എലിജിബിലിറ്റി ഇല്ല. അതുപോലെ
അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഇലക്റ്റഡ് ബോർഡിൽ മെമ്പേഴ്സ് ആകാനോ ഇല്ല എലിജിബിലിറ്റി ഇവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ സെക്ഷൻ 18A എലിജിബിലിറ്റി ഓഫ് മെമ്പർ ടു കണ്ടിന്യൂ ആസ് എ മെമ്പർ എന്ന് പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള റൂളാണ് പറയുന്നത്. സെക്ഷൻ 19A ഉണ്ട്. സെക്ഷൻ 19A വോട്ടിംഗ് പവറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. സെക്ഷൻ 19A പറയുന്നത് മെമ്പർ ഹൂ ഷാൾ എക്സർസൈസ് ദ റൈറ്റ്, അതായത് എങ്ങനെയാണ് മെമ്പേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റുക. പേഴ്സണലി തന്നെയാണ് അവർ വോട്ടിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രോക്സിയെ എന്ത് ചെയ്യാൻ അനുവദിക്കുന്നില്ല, വോട്ടിങ്ങിന് അനുവദിക്കുന്നില്ല. ഇനി സൊസൈറ്റീസ് ആക്ട് പ്രകാരം അതർ സൊസൈറ്റീസുകൾക്കൊക്കെ എന്ത് ചെയ്യാം, മെമ്പേഴ്സ് ആകാം. പക്ഷെ അങ്ങനെ മെമ്പേഴ്സ് ആയിക്കഴിഞ്ഞാൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഈ വ്യക്തികൾ ആരാണോ, ആ ബോർഡിൻ്റെ റെപ്രസെൻറ്റേഷൻസുകൾ ആരാണോ ആ സൊസൈറ്റിക്ക് വേണ്ടി അതർ സൊസൈറ്റിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അവർക്കാണ് വോട്ടിംഗ് പവർ ഉള്ളത്. അപ്പോൾ ആ വോട്ടിംഗ് ചെയ്യാനുള്ള റൈറ്റിനെ സൂചിപ്പിക്കുന്നതാണ് 19A എന്ന് പറയുന്ന സെക്ഷനിൽ. അപ്പോൾ അവിടെയും ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റീകൺസ്ട്രക്റ്റിംഗ് കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ 19A പറയുന്നത്. അടുത്തത് വന്നുള്ളത് സെക്ഷൻ 28B ആണ്. 28B ഇലക്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഇലക്റ്റഡ് മെമ്പേഴ്സ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അത് നമുക്കറിയാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്, ബോർഡ് മെമ്പേഴ്സാണ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ്, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് അവരാണ്. അപ്പോൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള ബോർഡിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ആ ഇലക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് 28B പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് election commission to conduct the election cooperative societies including election of president and vice president. അതായത് ബോർഡിലുള്ള മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നതിന് അതിന് വേണ്ടി വരുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്, ആ ഒരു ഇലക്ട് ചെയ്യാനുള്ള പ്രിസ്ക്രൈബ്ഡ് റൂൾസുകൾ ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതിനൊക്കെ വേണ്ടി ഒരു കമ്മിറ്റിയെ എന്ത് ചെയ്യണം, കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ കമ്മീഷനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 28B പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, അതാണ് 28B പറയുന്നത്. അടുത്തത് പറയുന്നത് 29 ആണ്. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, ജനറൽ ബോഡിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ ഡിസിഷൻസുകളും എടുക്കുന്നത് ജനറൽ ബോഡിയിൽ വെച്ചുകൊണ്ടാണ്. ജനറൽ ബോഡിയിൽ നിന്നും ഇലക്ട് ചെയ്യുന്ന മെമ്പേഴ്സാണ് ബോർഡ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആനുവൽ ജനറൽ ബോഡി എല്ലാ വർഷവും എന്ത് ചെയ്തിരിക്കണം, കൺവീൻ ചെയ്തിരിക്കണം, ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. അപ്പോൾ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഈ ബോർഡ് മെമ്പേഴ്സിൻ്റെ ആണ്. അതിലെന്തെങ്കിലും ഫെയിലിയർ വരികയാണെന്നുണ്ടെങ്കിൽ അവർ പനിഷബിളാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പനിഷബിളാണ്. അപ്പോൾ സെക്ഷൻ 29 പറയുന്നത് ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടത് ഫ്രം ദി ഡേറ്റ് ഓഫ് ദി ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. എല്ലാ വർഷവും ഒരു നിർബന്ധമായിട്ടും ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം വിതിൻ 6 months ഓഫ് ദി ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. 6 മാസത്തിനുള്ളിൽ, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ March 31 കഴിയും. അത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ക്ലോസ് ചെയ്ത് ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് ചെയ്തതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ സബ്മിറ്റ് ചെയ്യുന്ന അന്ന് ആ 6 മാസത്തിനകം സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ 6 മാസം ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ 6 മാസത്തിനകം ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. അനദർ വരുന്ന സെക്ഷൻ പറയുന്നത് സെക്ഷൻ 31 ആണ്. നമ്പർ ഓഫ് നോമിനീസ് ലിമിറ്റഡ് ടു 2. അതായത് ബോർഡ് മെമ്പേഴ്സിൽ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് മെമ്പേഴ്സിൽ ഗവൺമെൻറ്റിൻ്റെ നോമിനിയെ എന്ത് ചെയ്യാം, അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നോമിനിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ സൊസൈറ്റിയിൽ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് എത്ര മെമ്പേഴ്സിനെ
ഇവിടെ ഇലക്ട് ചെയ്യാം. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെടേണ്ട നോമിനീസ് ആരാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. പക്ഷേ സെക്ഷൻ 31 നമ്പർ ഓഫ് നോമിനീസ് ലിമിറ്റഡ് ടു 1, ദാറ്റ് ഈസ് അസിസ്റ്റഡ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ് ഓൺലി. അതായത് അപ്പെക്സ് സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റീസിലും ഗവൺമെൻറ് നോമിനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനികളുടെ എണ്ണം എത്രമാത്രം പാടുള്ളൂ? 2 പേര് അനുവദിക്കുന്നുള്ളൂ. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അനുവദിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന നോമിനിയായിട്ട് വരുന്ന മെമ്പേഴ്സിന് സൊസൈറ്റിയുടെ ബോർഡ് മെമ്പർമാരിൽ ആ ബോർഡിൻ്റെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് എന്ന തസ്തികകളിൽ എന്ത് ചെയ്യാൻ അനുവദിക്കുന്നില്ല? ഇലക്ട് ചെയ്യപ്പെടാനായിട്ട് അനുവദിക്കുന്നില്ല. ആ പോയിൻറ്റും കൂടെ ശ്രദ്ധിക്കണം. നോമിനിയായിട്ട് ഗവൺമെൻറ് അതോറിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ അവർക്ക് ഈ ബോർഡിൽ പ്രസിഡൻ്റ് ആവാനോ വൈസ് പ്രസിഡൻ്റോ ആവാനുള്ള എലിജിബിലിറ്റി ഇല്ല. അവർക്കതിൽ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് പ്രൊഹിബിഷൻ ഉണ്ട്. അതാണ് സെക്ഷൻ 31 പറയുന്നത്. സെക്ഷൻ 32 ആണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 32 നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് സൂപ്പർസെഷൻ ഓർ സസ്പെൻഷൻ ഓഫ് ദി ബോർഡ്. ഏത് സാഹചര്യത്തിലാണ് ഒരു ബോർഡിനെ സസ്പെൻഡ് ചെയ്യുന്നത്, സൂപ്പർസെഷൻ ചെയ്യുന്നത്? അവരുടെ ഓഫീസ് ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭരണ കാലാവധി ആക്ച്വലി 5 വർഷമാണ്. അതിനിടയിൽ ചില കാരണങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യാം? സസ്പെൻഡ് ചെയ്യാം. അപ്പം അങ്ങനെ വരുന്ന കേസുകളിൽ ആ സൊസൈറ്റീസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യാറുണ്ട്? പിന്നീട് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിനോ ഒക്കെ വേണ്ടി ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് മാത്രമേ അഡ്മിനിസ്ട്രേറ്റർക്ക് അവിടെ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള കാലാവധി ഉള്ളൂ. 6 മാസത്തിനേക്കാൾ കൂടുതൽ അത് എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. പുതിയ ബോർഡിനെ അവിടെ എന്ത് ചെയ്തിരിക്കണം? ഇലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഈ സെക്ഷൻ 32 പറയുന്നത് സസ്പെൻഷൻ ഓർ സൂപ്പർസെഷൻ ഓഫ് ബോർഡ് ഓഫ് സൊസൈറ്റി ലിമിറ്റഡ് ടു 6 months, 6 മാസത്തേക്കാണ് അവരെ സസ്പെൻഡ് ചെയ്യേണ്ടത്. ബാങ്കുകളുടെ കേസിലൊക്കെ ആണെങ്കിൽ, കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ബോർഡ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ 1 വർഷത്തേക്ക് എന്ത് ചെയ്യാം? സസ്പെൻഡ് ചെയ്യാം. ഇനി സൂപ്പർസെഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസുകളൊന്നും അവർക്ക് എന്ത് കിട്ടില്ല? നോമിനിയൊക്കെ ഉള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡറാണ് ഗവൺമെൻറ്, ഷെയർ ഹോൾഡിംഗ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ലോൺസുകൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന സൊസൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ സൂപ്പർസെഷൻ ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. ആ ഒരു പോയിൻറ്റും കൂടെ അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ സെക്ഷൻ 32 പറയുന്നത് supersession or suspension of the board of directors or directors of a society limited to 6 months. 6 മാസത്തേക്ക് മാത്രമേ അവരെന്ത് ചെയ്യേണ്ടതുള്ളൂ? അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഈ അഡ്മിനിസ്ട്രേറ്ററിനെ 6 മാസത്തിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? അപ്പോയിൻറ്റ് ചെയ്യാനും പാടില്ല. അത് 6 മാസത്തിനകം രജിസ്ട്രാർ തന്നെ നേരിട്ട് എന്ത് ചെയ്യണം? ഈ അഡ്മിനിസ്ട്രേറ്ററുടെ സൂപ്പർവിഷനിൽ പുതിയ ബോർഡിനെ ഇലക്ട് ചെയ്യാനുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇലക്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിനായിരിക്കും, ആ ബോർഡിനായിരിക്കും പിന്നീട് ആ സൊസൈറ്റിയുടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 32 ഈ സസ്പെൻഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് പറയുന്നത്. അനദർ സെക്ഷൻ പറയുന്നത് സെക്ഷൻ 63 ആണ്. 63 പറയുന്നത് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ഏജൻസി. ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അത് രജിസ്ട്രാർ അതിനുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ആണ്. ആ ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർക്കാണ് അതിൻ്റെ ഫുൾ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു അതോറിറ്റിയാണ്, ഏജൻസിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ്. അപ്പോൾ ആ ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് എന്താണെന്നൊക്കെ പഠിച്ചു. ഡയറക്ടറാണ് ടോപ്പ് ലെവൽ. ആ ഡയറക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് 1 അസിസ്റ്റൻറ്റ് ഡയറക്ടർ, 1 അഡീഷണൽ
director, 1 deputy director, 1 joint director, 7 auditors of the department. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിറ്റ് ചെയ്തതിൻ്റെ കോപ്പി ആർക്ക് കൊടുക്കണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും റിപ്പോർട്ടടക്കം ഈ ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. അത് ഡയറക്ടർ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള 1 മന്തിനുള്ളിൽ ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് സൊസൈറ്റികൾക്കത് സെൻഡ് ചെയ്യും. അപ്പോൾ 6 മാസത്തിനകം ഈ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നതും, ഒരു ഓഡിറ്റ് ചെയ്യേണ്ടത് ഇൻഡിപെൻഡൻ്റ് ഏജൻസി ആയിട്ടുള്ള ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 63 പറയുന്നത്. ഇത്ര പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ്? 18A, 19A, 28B, 29, 31, 32 ആൻഡ് 63. ഇത്രയാണ് നമുക്ക് റീകൺസ്ട്രക്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ആ റൂൾ പ്രകാരം ഈ പറയുന്ന സെക്ഷൻസുകളിലെല്ലാം വന്നിട്ടുള്ള ചേഞ്ചസുകൾ ഏതൊക്കെയെന്ന് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 2011 വന്നതുകൊണ്ടാണ്. അതിൽ വന്നിട്ടുള്ള റൂൾ പ്രകാരമാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വന്നിട്ടുള്ള ചേഞ്ചസ് എന്നുള്ളത് ആ ചേഞ്ചസ് അനുസരിച്ച് കൊണ്ട് ഈ 2011 വന്നിട്ടുള്ള റൂൾ പ്രകാരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ സെക്ഷൻസുകളിലും മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ഒരു റീകൺസ്ട്രക്ഷൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് പോയിൻ്റ് ആയിട്ട് ചെയ്ത ടോപ്പിക്കുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഈ 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ 2nd ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ ഈ പറയുന്ന ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ആ ഒരു ആക്ട് അവിടെ നമ്മൾ പറയാതിരുന്നതിന് കാരണം ഇത്രയും പോയിൻറ്റ്സുകൾ, അതായത് അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് അടക്കമുള്ള പല പോയിൻറ്റ്സുകളും ഇതിൽ കോട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിച്ചതിന് ശേഷം ഇത് പഠിക്കുമ്പോൾ കുറേ കൂടെ അത് എളുപ്പമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ആക്ട് പിന്നീട് പറയാമെന്ന് വിചാരിച്ചത്. നമ്മുടെ 2nd ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നു, വൈദ്യനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് 2005. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിന് തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ആക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട്, അതായത് 97th അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററല്ല, ആ ചാപ്റ്ററിൽ 2nd ചാപ്റ്ററിൽ വന്നിട്ടുള്ള ഈ ടോപ്പിക്കും കൂടെ ഇതിനോട് അനുബന്ധമായിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് 97th അമെൻമെൻറ്റ് ആക്ട്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ 97th അമെൻമെൻ്റ് ആണ് കേട്ടോ. 97th അമെൻമെൻറ്റ് ആക്ട് ഇയർ 2011. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനിൽ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ പാർട്ടുകളായിക്കഴിഞ്ഞാലും അതിൻ്റെ റൂൾസുകളിലായിക്കഴിഞ്ഞാലും ആർട്ടിക്കിൾസുകളിലായിക്കഴിഞ്ഞാലും നമ്മുടെ ഈ രാജ്യത്ത് നിലവിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള നിയമങ്ങളൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് 97th ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആ അമെൻമെൻറ്റ് എപ്രകാരമാണ് നിലവിൽ വന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓരോ പോയിൻറ്റ്സുകളിലും പഠിക്കാനുള്ളത്. അതായത് നമുക്ക് 1991 മുതൽ വന്നിട്ടുള്ള പല കമ്മിറ്റികളുടെയും റെക്കമെൻഡേഷൻസുകൾ 2011 അമെൻമെൻറ്റ് ആക്ടിന് കാരണമായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നുള്ളത് 1904 അല്ലേ. അതിനുശേഷം പുതിയതായിട്ടുള്ള പല സൊസൈറ്റീസുകളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മൾട്ടി ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആക്ട് 1942 വന്നിട്ടുണ്ട്. അപ്പോൾ അത് 1984 എന്ന് പറഞ്ഞാൽ മൾട്ടി
സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആക്ട് വന്നിട്ടുണ്ട്. കൂടാതെ ഒരു മോഡൽ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വന്നിട്ടുണ്ട്. പിന്നീട് 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതായത് ഒരു സ്റ്റേറ്റ് ഒന്നിലേക്കാൾ കൂടുതൽ സ്റ്റേറ്റുകളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഭരണം നടത്തുന്നതിനുള്ളൊരു ആക്ടായിരുന്നു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പം അതിൻ്റെ എല്ലാം ഗ്രാജുവലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, ആ ഇക്കോണമിയിൽ എന്തെല്ലാം ചേഞ്ചസുകൾ വന്നിട്ടുണ്ട്, സൊസൈറ്റിയിൽ ഈ പറയുന്ന ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂളുകളിൽ ഈ ചേഞ്ചസുകൾ വരാനുള്ള കാരണമൊക്കെ ഈ പറയുന്ന ഒരു അമെൻമെൻറ്റ് വന്നതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അമെൻമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് പറയുന്നതിൻ്റെ ഒരു സ്റ്റേജസുകളാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ അമെൻമെൻറ്റുകൾ ഒരുപാട് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ 1991 ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി റെക്കമെൻഡഡ് Chaudhary Brahmprakash Committee was appointed by the Government of India to suggest the measures for studying the existing law implemented in the India. നമ്മുടെ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിൽ നിലവിലുള്ള ആക്ടുകളും നിയമങ്ങളും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയായിരുന്നു 1991 ബ്രഹ്മപ്രകാശ് കമ്മിറ്റി. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഒക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു കമ്മിറ്റിയെക്കുറിച്ച്. അപ്പോൾ ഈ കമ്മിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്താണ്. നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോസുകളെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ട് പല മെഷേഴ്സുകളും സജസ്റ്റ് ചെയ്യാനാണ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു മോഡൽ കോപ്പറേറ്റീവ് ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്തത്. അതായത് ബ്രഹ്മപ്രകാശ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ദേ ആർ റെക്കമെൻഡഡ് ടു ഇംപ്ലിമെൻറ്റ് എ മോഡൽ കോപ്പറേറ്റീവ് ലോ which is to be adopted and to replace the existing law. അപ്പോൾ ഇവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം മോഡൽ കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്ന ലോ നമ്മൾ പഠിച്ചതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പല സ്റ്റേറ്റുകളും ഇതിനു വേണ്ടി ഒരു മോഡൽ കോപ്പറേറ്റീവ് ലോ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ റൂളുകൾ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നില്ല. എ വെരി ഫ്യൂ സ്റ്റേറ്റ്സ് were come forward to implement the recommendation by adopting new law. The government of Andhra Pradesh adopted and passed Andhra Pradesh Mutually Aided Cooperative Societies Act 1995. എല്ലാ ഗവൺമെൻറ്റും ഈ ഒരു മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. അതിന് പകരം പല സ്റ്റേറ്റുകളും അവരുടെ സ്റ്റേറ്റിൻ്റെ ആക്ട് ആയിട്ടുള്ള ഒരു സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവന്നു. അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത് ആന്ധ്രാപ്രദേശ് മ്യൂച്വലി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995. ഇതിനെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെ പല സ്റ്റേറ്റുകളും ഇതുപോലെ എന്ത് ചെയ്തു, സിമിലർ ആയിട്ടുള്ള ലോകൾ ഇനാക്ട് ചെയ്തു. ദിസ് വാസ് ഫോളോഡ് ബൈ സിമിലർ ഇനാക്ട്മെൻറ്റ് ഇൻ അതർ സ്റ്റേറ്റ് ലൈക്ക് ബീഹാർ, മധ്യപ്രദേശ്, കർണാടക, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ, ഒറീസ ആൻഡ് ഉത്തരാഖണ്ഡ്. 8 സ്റ്റേറ്റുകളിൽ ഈ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ചെയ്തതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഗവൺമെൻറ്റുകളും കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള സിമിലർ ലോസുകൾ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല സ്റ്റേറ്റുകളിലും പല ലോകളായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാത്തിനെയും കൂടെ യൂണിഫോമിറ്റി ഉള്ള ഒരു ലോ ഇല്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ നിലവിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. മോഡൽ ലോ ആണെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പല സ്റ്റേറ്റുകളും എന്ത് കാണിക്കുകയാണ്, നെഗ്ലക്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ദ യൂണിയൻ ഗവൺമെൻറ് റീപ്ലേസ്ഡ് ദ എക്സിസ്റ്റിംഗ് ലോ ആൻഡ് ഇനാക്റ്റഡ് ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് 2002. നമുക്കതറിയാം, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് ദ ജുറിഡിക്ഷൻ മോർ ദാൻ 1 സ്റ്റേറ്റ് ആണ്. നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നിലധികം സ്റ്റേറ്റുകളിൽ
റൂൾസുകൾ അപ്ലൈ ചെയ്യാവുന്ന ആക്റ്റാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. അപ്പോൾ ഈ മോഡൽ ആക്ടിന് അതിലുണ്ടാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസുകൾ ഓവർകം ചെയ്യാനായിട്ടാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് വന്നുള്ളത്. ദ യൂണിയൻ ഗവൺമെൻറ് ഡിസൈഡഡ് ടു റീപ്ലേസ് ആൻഡ് ടു ഇംപ്ലിമെൻറ്റ് ദ ന്യൂ ആക്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. പക്ഷേ പല സ്റ്റേറ്റുകളും ഇതിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഗവൺമെൻറ് ശരിയായിട്ടുള്ള രീതിയിൽ എന്ത് കൊണ്ടുവന്നിട്ടില്ല, ഒരു ഇനാക്ട്മെൻറ്റ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പുതിയതായിട്ടുള്ള ഒരു റൂള് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്ന ഒരു ആവശ്യകതയിലേക്ക് എത്തി. ഇതാണ് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ്. ദ ഡിസ്കണ്ടന്റഡ് ബൈ ദ ഇനാക്ഷൻ ഓഫ് ദി അതർ സ്റ്റേറ്റ് central government is trying to find out to bring state laws with a model act. ഈ പറഞ്ഞ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അതുപോലെ തന്നെ മോഡൽ ലോ ഇതൊന്നും പല സ്റ്റേറ്റുകൾക്കും എന്തായിരുന്നില്ല, സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ ഒരു പുതിയൊരു ലോ കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു ആവശ്യകതയിലേക്ക് ഗവൺമെൻറ്റും മാറുകയായിരുന്നു. അപ്പോൾ ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആദ്യമേ ഒരു കോപ്പറേറ്റീവ് ലോയ്ക്ക് വേണ്ടി നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. 1991 വന്നിട്ടുള്ള കമ്മിറ്റിയാണ് ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റി. അനദർ വൺ പറയുന്നത് നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ് ഇൻ 2002. അപ്പോൾ 1991 വന്നു കഴിഞ്ഞു. ഇനി 2002 നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ് അവരുടെ റെക്കമെൻഡേഷനാണ് പറയുന്നത്. according to their recommendation, National Policy on Cooperatives in 2002 for promotion and development of cooperative society as autonomous and democratic and professional organization. അതായത് ഈ 2002 നാഷണൽ പോളിസി അവരുടെ പഠനത്തിൽ നിന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി ആൻ ഓട്ടോണമസ് ആൻഡ് പ്രൊഫഷണൽ ആൻഡ് ഡെമോക്രാറ്റിക്, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ തന്നെ 2004 ഇപ്പം 2002 നമ്മൾ പറഞ്ഞു, 2004 നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് 2005 വൈദ്യനാഥൻ കമ്മിറ്റിയെ റിപ്പോർട്ട് സമർപ്പിച്ച് 2005 പക്ഷേ ആ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് എന്നാണ് 2004 ആ കമ്മിറ്റിയെ പറയാം ടാസ്ക് ഫോഴ്സ് ഫോർ ദി റിവൈവൽ ഓഫ് ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. അപ്പോൾ ആ ഒരു റിവൈവൽ ടാസ്ക് ഫോഴ്സും റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് സെയിം റൂൾ തന്നെയാണ്. ഫോർ ദി ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇറ്റ് ഷുഡ് ബി ഡൺ ആസ് ആൻ ഡെമോക്രാറ്റിക്, പ്രൊഫഷണൽ ആൻഡ് ഓട്ടോണമസ്. ഇങ്ങനെ ഫങ്ഷൻ ചെയ്യുന്ന സൊസൈറ്റികളാണ് വരേണ്ടതെന്ന് പറയുന്ന റെക്കമെൻഡേഷൻ ഈ 2004 വൈദ്യനാഥൻ കമ്മിറ്റി കൊണ്ടുവന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബിൽ എന്ന് പറയുന്ന ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ബില്ലാണ് 106 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലാണ് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് പിന്നീട് അവതരിപ്പിച്ചത് 2006 എന്ത് വന്നു, 106 106 അമെൻമെൻറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ അമെൻമെൻറ്റ് ബില്ലിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിൽ എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടാകണം എന്ന് പറയുന്ന ചില പ്രൊവിഷൻസുകൾ അതിൽ ഇൻസേർട്ട് ചെയ്തിരുന്നു. ആ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസുകളാണ് പറയുന്നത്. എന്തായിരുന്നു? ദ ബിൽ ഓഫ് പ്രൊപ്പോസ്ഡ് ഫോർ അമെൻമെൻറ്റ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് പാർട്ട് 9B വിത്ത് ആർട്ടിക്കിൾ 243ZH ത്രൂ 243ZT. അതായത് ഈ അമെൻമെൻറ്റിൽ 106 അമെൻമെൻറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമുക്ക് ഓരോ പോയിന്റുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 9th ബിൽ ആർട്ടിക്കിൾ 243 ZH മുതൽ 243 ZT വരെയുള്ള ആർട്ടിക്കിൾസുകളിൽ എന്ത് വേണം, ചേഞ്ചസുകൾ കൊണ്ടുവരണം. ആ ഒരു ആർട്ടിക്കിളിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടാണ് ഒരു അമെൻമെൻറ്റ് 106 അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കിയത്.
അപ്പോൾ ആ അമെൻമെൻറ്റ് ബില്ലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള അമെൻമെൻറ്റ് എന്തായിരുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിൽ പുതിയൊരു നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ 9th ബിയിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കുറിച്ച് ഒരു അമെൻമെൻറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി on agriculture which examined the bill, a new article 43B may be added. അതായത് ഇപ്പോൾ ഈ പറയുന്ന ആർട്ടിക്കിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അമെൻമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ ഈ അമെൻമെൻറ്റിനെ ഒരു വട്ടം കൂടെ എക്സാമിൻ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുള്ളത് പാർട്ട് 4 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ആ പാർട്ട് 4ൽ പുതിയൊരു ആർട്ടിക്കിൾ കൊണ്ടുവരണം എന്നുള്ളതാണ് അവർ റെക്കമെൻഡ് ചെയ്തത്. ന്യൂ ആർട്ടിക്കിൾ ഏതിലാണ് വന്നുള്ളത്? 43B. ഈ 43B എന്ന് പറയുന്ന പുതിയ ആർട്ടിക്കിളിൽ കോപ്പറേറ്റീവ് പ്രസ്ഥാനത്തിൻ്റെ എംപവർമെൻ്റ് ആണ്. ദി എംപവർമെൻറ്റ് ഓഫ് ദി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നുള്ളതാണ് പുതിയ ആർട്ടിക്കിളിൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടത്. എന്തുവായിരുന്നു കൊണ്ടുവന്നത്? ദ സ്റ്റേറ്റ് ഷാൽ എൻഡീവർ ടു പ്രൊമോട്ട് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് എ വോളണ്ടറി ഫോർമേഷൻ, ഓട്ടോണമി ഫങ്ഷൻ, ഡെമോക്രാറ്റിക് കൺട്രോൾ ആൻഡ് പ്രൊഫഷണലി മാനേജ്മെൻറ്റ്. അതായത് നെക്സ്റ്റ് ഇതുവരെ നമ്മൾ പറഞ്ഞത് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് 2006 106ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 9B എന്ന് പറയുന്ന ആർട്ടിക്കിൾ 243ZH മുതൽ 243ZT വരെയുള്ള ആർട്ടിക്കിളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചില അമെൻമെൻറ്റ്സുകൾ റൂളുകളിൽ അമെൻമെൻറ്റ് ചെയ്തു. ഈ അമെൻമെൻറ്റിനെ കുറിച്ചിട്ട് വീണ്ടും പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ത് ചെയ്തു? എക്സാമിൻ ചെയ്തപ്പോൾ ഇനിയും ചില മൈനറായിട്ടുള്ള ചേഞ്ചസുകൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4ലാണ്. പാർട്ട് 4 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റിന് ചില ഡയറക്ഷൻസുകൾ എടുക്കാനുള്ള റൂള് പറയുന്നതാണ് പാർട്ട് 4. ഈ പാർട്ട് 4ലെ 46B എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ ഈ പറയുന്ന അമെൻമെൻറ്റിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ആ അമെൻമെൻറ്റ് പ്രകാരം എന്താണ് പറയുന്നത്? എംപവർമെൻറ്റ് ഓഫ് ദി കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എംപവർ ചെയ്യുക. എങ്ങനെയോ എംപവർ ചെയ്യേണ്ടത്? ദ സ്റ്റേറ്റ് ഷാൽ എൻഡീവർ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഷുഡ് എൻകറേജ് ടു പ്രൊമോട്ട് ദ സൊസൈറ്റി ആസ് എ വോളണ്ടറി ഫോർമേഷൻ, ആസ് എ ഡെമോക്രാറ്റിക് കൺട്രോൾ, ആസ് എൻ ഓട്ടോണമസ് ഫങ്ഷൻ ആൻഡ് ദ സൊസൈറ്റി ഷുഡ് ബി ആക്ട് ആസ് എൻ പ്രൊഫഷണലി മാനേജ്മെൻറ്റ്. അങ്ങനെ ആയിരിക്കണം ഒരു സൊസൈറ്റി എന്ന് പറയുന്ന അമെൻമെൻറ്റ് ഉൾക്കൊള്ളിച്ചതാണ് പാർട്ട് 4 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ പറയുന്ന പ്രപ്പോസൽ യൂണിയൻ ഗവൺമെൻറ് അത് ആക്സെപ്റ്റ് ചെയ്യുകയും 106ാമത്തെ അമെൻമെൻറ്റിൽ ഈ പറയുന്ന ആർട്ടിക്കിൾ 43B എന്ന് പറയുന്ന ഇൻകോർപ്പറേഷൻ അനുവദിക്കുകയും ചെയ്തു. അതായത് പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ഈ പറയുന്ന 43Bയെ എന്ത് ചെയ്തു? നമ്മുടെ ഗവൺമെൻറ് യൂണിയൻ ക്യാബിനറ്റ് അനുവദിച്ചു. ലോക്സഭയിലും രാജ്യസഭയിലും അത് ബില്ല് പാസ്സാക്കി പ്രസിഡൻറ്റ് അതെന്ത് ചെയ്യും? സൈൻ ചെയ്ത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബില്ലായി മാറുക. അപ്പോൾ ബില്ലായി മാറി എന്നുള്ളതാണ് 106 എന്ന് പറയുന്ന ബില്ലിൽ. അതിൽ 43Bയിലാണ് ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 106 ആയിട്ടുള്ളൂ. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ. ഇനിയും ഒരുപാട് റെക്കമെൻഡേഷൻസുകൾ വന്നിട്ടാണ് 97th ആക്ട് 2011 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ 2004 2006 കേട്ടോ. ഇവിടെ 2006 എന്നാണ്, 2006 വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ റെക്കമെൻഡഡ് അബൌട്ട് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് പറയുന്നത്? എ റൈറ്റ് ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റി മസ്റ്റ് ബി recognized as a fundamental right by incorporating a minor change in the Article 19(1) subclause C of the Constitution.
ഇപ്പം നോക്കാം, ഇപ്പം 2006 എന്ത് വന്നു എന്ന് പറഞ്ഞു, 106ാമത്തെ അമെൻമെൻറ്റ് വന്നു. പക്ഷെ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പം നമ്മൾ നോക്കണം ഇനി വന്നിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷനാണ്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ. ഈ കമ്മീഷന് 2008 ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാനുള്ള അവകാശത്തെ ഫണ്ടമെൻ്റൽ റൈറ്റായിട്ടാണ് പരിഗണിക്കേണ്ടത്. ദ റൈറ്റ് ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എ സിറ്റിസൺ ഇൻ എ കൺട്രി ബൈ ഇൻകോർപ്പറേറ്റിംഗ് മൈനർ ചേഞ്ച് ഇൻ ദി ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 1 സബ് ക്ലോസ് 3C. ഏതിലാണ് ആ ഒരു മാറ്റം കൊണ്ടുവരുന്നത്? 2008 മൈനർ ചേഞ്ച് കൊണ്ടുവരേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് C എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ്. ഈ ആർട്ടിക്കിൾ പ്രകാരം അവിടെ എന്താ ആദ്യം ഉണ്ടായിരുന്നത്? എല്ലാ സൊസൈറ്റി അല്ലാതെയുള്ള അസോസിയേഷൻസുകൾ, യൂണിയൻസുകളൊക്കെ ഫോം ചെയ്യാമെന്ന് പറയുന്ന റൂള് ഓൾറെഡി എവിടെയുണ്ട്? ഈ ആർട്ടിക്കിൾ 19(1) സബ് ക്ലോസ് സിയിലുണ്ട്. ഇനി എന്ത് വേണം? കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും കൂടെ ഫോം ചെയ്യാനുള്ള റൂള് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്ന പ്രപ്പോസലാണ് ആര് കൊണ്ടുവന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ 2008 കൊണ്ടുവന്നത്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഒരു കൺട്രിയിൽ ഫോർ ദ ഇക്കണോമിക് ആൻഡ് നോൺ ഇക്കണോമിക് പർപ്പസ് വിതൗട്ട് ദി സ്റ്റേറ്റ് ഇൻ്റർഫിയറൻസ്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. അതിലുള്ള മെമ്പേഴ്സിന് നമ്മുടെ ഇക്കോണമിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ലാത്ത ഒരു സൊസൈറ്റി രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് രൂപീകരിക്കാം. പക്ഷെ അതെന്തായിരിക്കണം? ഒരു സിറ്റിസൻ്റെ, നമ്മുടെ ഒരു പൗരൻ്റെ അവകാശമായിരിക്കണം, ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് പരിഗണിക്കണം എന്ന് പറയുന്ന ആശയം എന്തിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു? നിയമമാക്കി കൊണ്ടുവരാനായിട്ട് പറയുന്ന ആർട്ടിക്കിൾ 19(1) സബ് ക്ലോസ് സിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ റെക്കമെൻഡ് ചെയ്തെങ്കിൽ കൂടെയും നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? നിയമമായിട്ട് കൊണ്ടുവരണം അല്ലേ? അപ്പം നിയമമായിട്ട് ലോക്സഭയിൽ അത് 2009 അവതരിപ്പിക്കാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ലോക്സഭയിലും ഒരു ബില്ല് കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു ആശയം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചർച്ച എവിടെ ഉണ്ടായിരിക്കും? ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ ഉണ്ടായിരിക്കും. അവിടെയുള്ള മെമ്പർമാർ ഭൂരിഭാഗം ആളുകളും അതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു നിയമമായിട്ട് പാസ്സാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും എന്ത് ചേർക്കണം? ഒരു സൊസൈറ്റി രൂപീകരിക്കാനുള്ള അവകാശത്തെയും ഫണ്ടമെൻ്റൽ റൈറ്റായി പരിഗണിക്കണം എന്ന് പറയുന്ന റൂളിനെ ഏതിൽ ചേർക്കണം? 19(1) സബ് ക്ലോസ് സിയിൽ ചേർക്കണമെന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ അത് ലോക്സഭയിൽ 2009 എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം 2014 ലോക്സഭ ഡിസോൾവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ലോക്സഭ പിരിച്ചുവിടുന്നത് കൊണ്ട് അന്ന് ആ ഒരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ ആശയം എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഈ ബില്ല് ലാപ്സായി മാറി. ബിക്കോസ് ദ ബിൽ വാസ് ലാപ്സ്ഡ് അപ്പോൺ ദി ഡിസൊല്യൂഷൻ ഓഫ് ദി 14th ലോക്സഭ. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2009 ഈ ഒരു സിറ്റുവേഷൻ ഇല്ലാതായി മാറിയപ്പോൾ നെക്സ്റ്റ് വീണ്ടും ലോക്സഭ രൂപീകരിച്ചപ്പോൾ പുതിയതായിട്ടുള്ള ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ആ അമെൻമെൻ്റാണ് പറയുന്നത് 2009 തന്നെ 106 എന്ന് പറയുന്ന അമെൻമെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞു. ഇനി വന്നിട്ടുള്ള അമെൻമെൻറ്റാണ് 111ാമത്തെ അമെൻമെൻറ്റ്. ഈ 111ാമത്തെ അമെൻമെൻറ്റ് 2009 തന്നെ എന്ത് ചെയ്തു? പുതിയ ലോക്സഭ വന്നപ്പോൾ അവിടെ അവതരിപ്പിച്ചു. പക്ഷെ അവതരിപ്പിച്ചെങ്കിൽ കൂടെയും ഈ പറയുന്ന ആശയം ഇല്ലാതെയാണ് ആ ബില്ല് പാസ്സാക്കാനായിട്ട് ശ്രമിച്ചത്. ഏതായിരുന്നു അവകാശം? കോപ്പറേറ്റീവ് ടു ഫോം ഓർഗനൈസേഷൻ ആസ് എ association or union and a cooperative society is the fundamental right of the
സിറ്റിസൺ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തെ ഒരു സിറ്റിസൻ്റെ അവകാശമാണ് ഒരു അസോസിയേഷൻ രൂപീകരിക്കുക, ഒരു യൂണിയൻ രൂപീകരിക്കുക, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയും രൂപീകരിക്കുക. പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കണം എന്ന് പറയുന്ന റൂള് ഇതിലില്ല. ഇതിൽ ചേർക്കണമെന്ന് പറയുന്ന ഒരു പ്രൊപ്പോസൽ ഇല്ലാതെ തന്നെ 2009 ബില്ല് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. അതെന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റായി കഴിഞ്ഞെങ്കിൽ മാത്രമേ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണോ അതിനെന്താവുള്ളൂ അറ്റൈൻമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ബില്ലിൽ പുതിയതായിട്ടുള്ള മാറ്റങ്ങൾ വരണമെന്ന് പറയുന്ന ആശയങ്ങൾ വന്നു. അപ്പോൾ പഴയ ബില്ലായിട്ടുള്ള ആർട്ടിക്കിൾ 243 അത് മുതൽ 243 വരെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും 111 അമെൻമെൻറ്റ് വന്നപ്പോഴും നിലവിലുള്ളൂ. കാരണം എന്ത് ചെയ്തിട്ടില്ല, 19(1)(c) ഏത് ചേർത്തിട്ടില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് പറയുന്ന പ്രൊപ്പോസൽ അവിടെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പഴയതുപോലെ തന്നെ ഇപ്പോഴും ഈ ആർട്ടിക്കിൾ 43 ബിൽ പറഞ്ഞിട്ടുള്ള 243(ZH) മുതൽ ZT വരെയുള്ള റൂൾ തന്നെയാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ വീണ്ടും ഈ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള എൻക്വയറീസുകളൊക്കെ നടത്തിയിട്ട് വീണ്ടും പാർലമെൻറ്റിൽ എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് 19(1)(c) ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും ഫോം ചെയ്യാൻ ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് അനുവദിക്കാത്തത് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് പറയുന്നത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ മെയ്ഡ് എൻക്വയറീസ് വൈ നോട്ട് included the bill the proposal for incorporation of cooperative societies in the article 19 subclause 1 subclause C. എന്തുകൊണ്ട് ഈ പറയുന്ന ക്ലോസിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ളത് ചേർക്കാത്തത് എന്നുള്ളത് ചോദിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അതിനെക്കുറിച്ച് ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് കോർപ്പറേഷൻ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് കോർപ്പറേഷൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ മിനിസ്ട്രീസുകളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് കോർപ്പറേഷൻ അവരുടെ ഒരു നിഗമന പ്രകാരം പറയുന്നത്, അതായത് ഈ അമെൻമെൻറ്റ് ബില്ല്, ഈ 11th അമെൻമെൻറ്റ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് എ ഫോർമേഷൻ ഓഫ് വളണ്ടറി ഓർഗനൈസേഷൻ, ഓട്ടോണമസ് ഫങ്ഷൻ ആൻഡ് ഇക്കണോമിക്കലി സൗണ്ട് മാനർ ഓർഗനൈസേഷൻ. അവർ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്, കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം എന്തായിരുന്നു, 111 അമെൻമെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചുള്ള അമെൻമെൻറ്റ് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും രൂപീകരിക്കുന്നത് സൗണ്ട് മാനറിൽ, ഇക്കണോമിക്കലി സൗണ്ട് മാനറിൽ ഓട്ടോണമസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഡെമോക്രാറ്റിക് കൺട്രോളുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് പ്രവർത്തിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വ്യൂ പോയിന്റിൽ ഈ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ 19(1) subclause C നമ്മൾ നേരത്തെ പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന വേർഡും കൂടെ ആഡ് ചെയ്തിരിക്കണം. ആ ഒരു വേർഡും കൂടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ അമെൻമെൻറ്റിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തതായിട്ട് തീരുമാനിക്കാനായിട്ട് കഴിയുള്ളൂ. അത് ചെയ്യണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നത്. അതുമാത്രമല്ല, ഈ പറഞ്ഞ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 9B ആർട്ടിക്കിൾ 243 ZH മുതൽ ZT വരെയുള്ള ആർട്ടിക്കിൾസുകളിലും മൈനറായിട്ടുള്ള ചേഞ്ചസുകൾ, അതർ അമെൻമെൻറ്റ്സുകൾ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരവകാശമാണ് അവർ ഉന്നയിച്ചത്. അപ്പം അതിനെക്കുറിച്ച് ഈ അപ്പെക്സ് കോർട്ടുകളും ഹൈക്കോർട്ടുകളും ഇതിൻ്റെ ഒബ്സർവേഷന് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ്സുകൾ കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും.
അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വീണ്ടും ഉന്നയിച്ചത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന വേർഡ് എവിടെ ചേർക്കണം? 19(1) സബ് ക്ലോസ് സിയിൽ ചേർക്കണം എന്നുള്ളതാണ്. ചേർത്ത് കഴിഞ്ഞാലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് മുഴുവനായിട്ടും അറ്റൈൻ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. കൂടാതെ ഈ പറയുന്ന ക്ലോസുകളിലും എന്ത് ചെയ്തിരിക്കണം? ചില അമെൻമെൻറ്റ്സുകൾ വരണം. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഹൈക്കോർട്ട് അതുപോലെ തന്നെ അപ്പെക്സ് കോർട്ടുകൾ ഈ അവരുടെ ഒബ്സർവേഷൻസുകൾ വ്യൂ ചെയ്യാനായിട്ട് തുടങ്ങി. അവരുടെ ഒബ്സർവേഷനിൽ പറയുന്നത് 19(1) സബ് ക്ലോസ് സിയിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ അസോസിയേഷൻ ആൻഡ് യൂണിയൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. അസോസിയേഷനും യൂണിയനും ഫോം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയും കൂടെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയുന്ന ഒരു ഉദ്ദേശമായിരുന്നു അവർ പറയുന്നത്. പക്ഷേ ആ ഒരു ഉദ്ദേശത്തിന് ശരിയായിട്ടുള്ള രീതിയിൽ കോപ്പറേറ്റീവ് ആക്റ്റിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനെ വീണ്ടും എന്ത് ചെയ്യാണ്? എക്സാമിൻ ചെയ്യാണ്. ഭരണഘടനയിൽ എങ്ങനെ മാറ്റം വരുത്താം എന്ന് പറയുന്ന ആശയങ്ങൾ വീണ്ടും എന്ത് ചെയ്തു? പഠിക്കാനായിട്ട് പുതിയ ബെഞ്ചുകളൊക്കെ വന്നു. അതിൽ പറയുന്നത് അസോസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ ലീഗൽ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് പഠിക്കുകയാണ്. അസോസിയേഷൻ അല്ലെങ്കിൽ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഉൾപ്പെട്ടു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അത് ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് ചേർത്തണം എന്ന് പറയുന്ന റിപ്പോർട്ടുകളാണ് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും ആവശ്യപ്പെടുന്നതും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ പ്രൊവിഷനെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ അസോസിയേഷൻ എന്ന് പറയുന്ന ടേമിൻ്റെ ലീഗൽ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പഠിച്ചപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസും അവരുടെ ഒപ്പീനിയൻ പ്രകാരം അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് 19(1) സബ് ക്ലോസ് സിയിൽ there is no need for incorporating new word as cooperative society in this article. ആരാ പറയുന്നത്? സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസും അതിൻ്റെ ഈ പറയുന്ന ഡിസ്പ്യൂട്ടുകൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് റീ എക്സാമിൻ ചെയ്തപ്പോൾ അസോസിയേഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ ലീഗൽ ഡെഫിനിഷനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ അവർ പറയുന്നതും അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയും കൂടെ ഉൾക്കൊള്ളുന്നതാണ്. ഇറ്റ് ഇൻക്ലൂഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു 19(1) സബ് ക്ലോസ് സിയിൽ ടു ഫോം association or union and to form the word cooperative society എന്ന് പറയുന്ന ആ വേർഡിനെയും കൂടെ അതിൽ ഉൾക്കൊള്ളിക്കേണ്ട എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയുടെ ആക്ട് ഇതുപോലെ 97ൽ പറയുന്നത് പോലെ വരുന്നതിന് ഒരുപാട് തടസ്സങ്ങളാണ് അന്നത്തെ ബില്ലുകളിൽ ഓരോ ബില്ലുകളും അമെൻമെൻറ്റ് കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്നത്. ആ ഒരു അമെൻമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇനിയും ഇതിൽ പോയിൻറ്റ്സുകൾ പഠിക്കാനുണ്ട്. കാരണം ഇപ്പം നമ്മളെ നിലവിൽ 111ാമത്തെ ബില്ലാണ് വന്നിട്ടുള്ളൂ. 111ാമത്തെ അമെൻമെൻറ്റാണ്. ഈ 111ാമത്തെ അമെൻമെൻറ്റ് ആക്ച്വലി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിനാണോ രൂപീകരിക്കുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു പ്രൊവിഷൻസിലാണ് ഇപ്പോഴും നിന്നിരുന്നത്. അപ്പോൾ ആ ഒരു പ്രൊവിഷനിൽ എങ്ങനെ ചേഞ്ചസ് വരുത്താം എന്നുള്ളതിനെക്കുറിച്ച് പല കമ്മിറ്റികളും വീണ്ടും റെക്കമെൻഡേഷൻസുകൾ കൊണ്ടുവന്നു. ആ റെക്കമെൻഡേഷൻസുകൾ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് അത് നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ഏതൊക്കെ കമ്മിറ്റികളും ഏതെല്ലാം റെക്കമെൻഡേഷൻസുകളാണ് 97th അമെൻമെൻറ്റിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്നിട്ട് ഈ 97th അമെൻമെൻറ്റിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, ഇന്ന് കാണുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ എന്തൊക്കെയാണ് ആ പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് കൂടെ നമ്മൾ പഠിക്കണം. ഓക്കെ, താങ്ക്സ്.